ഹലോ ഫ്രണ്ട്സ്, എല്ലാ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് NCERTയുടെ എക്സസൈസ് 3.2 വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് എക്സാമ്പിൾസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ എക്സസൈസ് 3.2 ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, NCERT എക്സസൈസ് 3.2 വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രോബ്ലംസ് എല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് എക്സാമ്പിളുകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ സെയിം പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സൊല്യൂഷൻ കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ തന്നെ ഒന്ന് എന്ത് ചെയ്യുക, ആ പഠിച്ചത് വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കുക. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, വീഡിയോ സൊല്യൂഷൻ കണ്ട് ആ സാധനം പഠിക്കാവൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലേ, നമുക്കൊരിക്കലും ഒരാൾ ഡ്രൈവ് ചെയ്യുന്നത് കണ്ട് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഡ്രൈവ് ചെയ്ത് നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ മാത്സും അതുപോലെ, മാത്സ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്കെല്ലാം പാടാവുന്ന, കുട്ടികൾക്കെല്ലാം പാടാവുന്നതിൻ്റെ ഒരു കാരണം അതാ, ആ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പം നമ്മൾ തനിയെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മാത്സ് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ മാത്സ് പഠിക്കുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക, പ്രോബ്ലംസ് തനിയെ വർക്കൗട്ട് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട, കുഴപ്പമില്ല, സാരമില്ല. കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, സൊല്യൂഷൻ കണ്ടൊന്നുകൂടെ മനസ്സിലാക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടെ തനിയെ ചെയ്ത് നോക്കുക. ഓക്കെ, സിമിലർ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് തനിയെ ചെയ്ത് നോക്കുക. തനിയെ ചെയ്യുമ്പോൾ പിന്നെയും ചിലപ്പോൾ തെറ്റുമായിരിക്കും, പക്ഷേ ആ തെറ്റി എന്ത് ചെയ്യും, നമുക്കത് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായി വരും. ഓക്കെ, സോ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് മാത്സ് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമുക്ക് തന്നിരിക്കുന്നത്, കോസ് എക്സ് ഈസിക്കൽ ടു -1/2 എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. അപ്പോൾ ഇതേപോലുള്ള സിമിലർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിലെ ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സോ തനിയൊന്ന് ചെയ്യാൻ ആദ്യം നോക്കുക, എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ വീഡിയോ സൊല്യൂഷൻ നോക്കുക. നോക്കാം നമുക്കിത് എങ്ങനെ ചെയ്യുന്നത്. കോസ് എക്സ് ഈസിക്കൽ ടു -1/2. നമ്മൾ ഇതാണ്ട് ഇത്രയും ആലോചിച്ചാൽ മതി. നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. കോസ് എക്സ് നമുക്ക് തന്നേക്കുന്നത് എത്ര, -1/2. അപ്പം മൈനസിനൊക്കെ അങ്ങ് മറന്നു തരും. നിങ്ങൾ ആരെ മാത്രം ആലോചിക്കുക, 1/2. അതിന് മാത്രം ആലോചിച്ചാൽ മതി, ആ മാഗ്നിറ്റ്യൂഡ് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. നമുക്കറിയാം ദാണ്ട ഇത് ഒരു ആംഗിൾ എക്സ്, കോസിനകത്ത് വരുന്ന സാധനം ഇപ്പോഴും എന്തായിരിക്കും, അതൊരു ആംഗിൾ ആയിരിക്കും. കോസ് എക്സ് ഈസിക്കൽ, സോ ഈ ആംഗിളാണ് എക്സ്. ഞാനൊരു ട്രയാങ്കിൾ വരച്ചുകൂടെ. അങ്ങനെ എനിക്കറിയാം കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലയോ. കോസ് എക്സ് നമുക്ക് തന്നേക്കുന്നത് എന്താ, 1/2 എന്നാണ്. അതായത് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ അല്ലയോ. ഓക്കെ, സോ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി താണ്ട് ഈ ലെങ്ത് കൂടെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിച്ചൂടെ, ഈ ലെങ്ത് കൂടെ കണ്ടുപിടിക്കാം. ഈ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം പൈതഗോറസ് തിയറം ഉണ്ടല്ലോ നമ്മുടെ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലയോ. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഈ ലെങ്ത് എനിക്ക് അറിയത്തില്ല, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, വൈ എന്ന് കാണാൻ വിളിച്ചു. സോ വൈ സ്ക്വയർ. അങ്ങനെ വൈ എനിക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, √4 - 1 അല്ലയോ. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ആണ്ടെ എഴുതി കാണിച്ചു തരാം, വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ - 1 എന്ന് എഴുതി കൂടെ. അങ്ങനെ ആണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര, 4 - 1 അല്ലേ. അതായത് √3 എന്ന് കിട്ടി ഈ ലെങ്ത്. ഇനി ഈസിയായി. ഇനി ബാക്കി നമുക്ക് എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ. എന്നാണ്ട് ഇത്രയേ ഉള്ളൂ. കോസ് എക്സ് ഈസ് ഈക്വൽ ടു -1/2. അങ്ങനെയാണെങ്കിൽ എനിക്കറിയാം 1/cos x എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, 1/cos x അത് സീക്കറ്റ്സ് ആയിരുന്നു അല്ലയോ. അങ്ങനെയാണെങ്കിൽ സീക്കറ്റ്സും എനിക്ക് കണ്ടുപിടിക്കാം. 1/cos x എടുത്താൽ മതി, അതായത് 1/-1/2 വിച്ച് ഈസ് ഈക്വൽ എത്ര, -2. ഓക്കെ, നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ഇങ്ങനെ ഒന്നും എഴുതണമെന്നില്ല. സീക്കറ്റ്സ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര ആലോചിച്ചാൽ മതി. അതായത് എന്ത് ചെയ്താൽ മതി, 1/2 ആണെങ്കിൽ എന്ത് ചെയ്യുക, 2/1 എന്ന് എഴുതുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ 1/√2 ആയിരുന്നെങ്കിലോ റെസിപ്രോക്കൽ എടുക്കുമ്പം √2 എന്ന് വന്നേനെ. ഓക്കെ, സോ എന്ത് ചെയ്യുക, അത് റെസിപ്രോക്കൽ എടുത്ത് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ സീക്കറ്റ്സ് കിട്ടി. ഇനി സീക്കറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം, സീക്കറ്റ്സ് കിട്ടി. കോസ് എക്സ് ചെയ്യുന്ന ഡയറക്റ്റ് സീക്കറ്റ്സിനെ കിട്ടി. ഇനി ഇതാ നോക്കിയേ, ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്, അതിൽ നമുക്ക് സൈൻ എക്സിനെ കൂടെ കണ്ടുപിടിക്കാം. സൈൻ എക്സിനെ എങ്ങനെ കണ്ടുപിടിക്കാം, സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എത്ര കിട്ടിയത്, √3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, √3/2. പക്ഷേ ആൻസർ കംപ്ലീറ്റ് ആയില്ല. കാരണം എന്താ, നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ് ലൈസ് ഇൻ എന്താ, തേർഡ് ക്വാഡ്രന്റ്. മൂന്നാമത്തെ ക്വാഡ്രന്റിലാണ് ആര് കിടക്കുന്നത്, എക്സ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലയോ. അപ്പോൾ മൂന്നാമത്തെ ക്വാഡ്രന്റ് നമുക്കറിയാം, ഇവിടെ എല്ലാവരും പോസിറ്റീവ്, ഇവിടെ സൈൻ മാത്രം പോസിറ്റീവ്, ഇവിടെ ടാൻ പോസിറ്റീവ്, ഇവിടെ കോസ് പോസിറ്റീവ്. ഇത് നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മൂന്നാമത്തെ ക്വാഡ്രന്റിൽ ടാൻ മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, സൈൻ അപ്പോൾ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും, -√3/2 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ. ഓക്കെ, സോ സൈൻ എക്സ് ഈസിക്കൽ എന്തായിരിക്കും, -√3/2 ആയിരിക്കും. സൈൻ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കൊസീക്കറ്റ്സിനെ എഴുതാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കൊസീക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, 1/sin x. സോ ജസ്റ്റ് ഇത് എന്ത് ചെയ്യുക, തലതിരിച്ചങ്ങ് എഴുതുക, -2/√3. ഓക്കെ, സോ കൊസീക്കറ്റ്സ് കിട്ടി.
അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് ടാൻ എക്സ് കിട്ടും. ടാൻ എക്സ് ഈസ് ഈക്വൽ ടു എന്താ? സൈൻ എക്സ് ബൈ കോസ് എക്സാ. സൈൻ എക്സ് നമുക്ക് കിട്ടിയത് എത്ര? -√3/2. കോസ് എക്സ് നമുക്ക് കിട്ടിയത് എത്ര? കോസ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് എത്ര? -1/2, വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. സോ √3 എന്ന് കിട്ടും. കണ്ടോ, പോസിറ്റീവാണ് കിട്ടിയത്. കാരണം എന്താ? തേർഡ് ക്വാഡ്രൻ്റാണ്. സോ ടാൻ എന്തായിരിക്കും വാല്യൂ കിട്ടുന്നത്? പോസിറ്റീവായിട്ട് കിട്ടും നമുക്ക്. കണ്ടോ? ഓക്കെ. സോ ടാൻ എക്സ് കിട്ടി. ടാൻ എക്സ് കിട്ടിയാൽ ഈസി ആയിട്ട് നമുക്ക് ആരെയും കിട്ടും? കോട്ട് എക്സിനെ കിട്ടും. 1/tan x ആണ് കോട്ട് എക്സ്. സോ റെസിപ്രോക്കൽ എഴുതിയാൽ 1/√3 ആൻസറായി. ഓക്കെ. ഓക്കെ. സോ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എല്ലാവരും പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ്. സൈൻ പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കറിയാം 1/sin എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രൻ്റ് വരുമ്പോഴോ ടാൻ പോസിറ്റീവ്. ടാൻ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അറിയാം എന്താ? 1/tan എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് തന്നെ ആയിരിക്കും അല്ലേ? കോട്ട് എക്സും പോസിറ്റീവ് തന്നെ ആയിരിക്കും. സോ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് പോസിറ്റീവ്. കോസ് പോസിറ്റീവ് ആണെങ്കിൽ ആരും പോസിറ്റീവ് ആവും, സിക്കും പോസിറ്റീവ് ആവും. അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ. ഓക്കെ. സോ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? സൈൻ എക്സ് തന്നിട്ടുണ്ട് നമുക്ക് 3/5 ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻ്റ്. സോ സൈനും 1/sin ആയിട്ടുള്ള കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും. ബാക്കി ആൾക്കാരെല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ഇതിൽ? കാരണം എന്താ? എക്സ് ഏത് ക്വാഡ്രൻ്റില്ല? സെക്കൻഡ് ക്വാഡ്രൻ്റില്ല. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആരാ പോസിറ്റീവ്? സൈൻ പോസിറ്റീവ്. സൈനും 1/sin ആയിട്ടുള്ള കൊസീക്കും എന്ത് തന്നെ ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ബാക്കിയുള്ള ആൾക്കാരെല്ലാം നമുക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. സോ സൈൻ എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സ്, ഇതായിരുന്നു നമ്മുടെ ആംഗിൾ. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 3/5. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എങ്ങനെ കിട്ടും? √5² - 3² അല്ലയോ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ. 5² - 3² വിച്ച് ഈസ് ഈക്വൽ ടു √5 സ്ക്വയർ എത്ര? 25. 3 സ്ക്വയർ എത്ര? 9 വിച്ച് ഈസ് ഈക്വൽ ടു √25 9 പോയാൽ 16 വിച്ച് ഈസ് ഈക്വൽ ടു 4. സോ ഈ ലെങ്ത് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. 4. ഓക്കെ. 4 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് ഉണ്ട്. സൈൻ എക്സ് ഉണ്ടെങ്കിൽ നമുക്ക് 1/sin ആയിട്ടുള്ള കൊസീക് എക്സ് ഡയറക്റ്റ് എഴുതാം. കൊസീക് എക്സ് ഈസ് ഈക്വൽ ടു 5/3 തലയിരിച്ച് എഴുതിയാൽ മതി. ഇനി അതേപോലെ കോസ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. കോസ് എക്സ് ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലയോ? 4/5. 4/5. പക്ഷേ സെക്കൻഡ് ക്വാഡ്രൻ്റ്, ആ സെക്കൻഡ് ക്വാഡ്രൻ്റ് നമുക്കറിയാവുന്നവരെല്ലാം എന്താ? നെഗറ്റീവാണ്. സോ കോസ് എക്സ് കിട്ടി. കോസ് എക്സ് കിട്ടി കഴിഞ്ഞാൽ 1/cos സീക്ക് എക്സ് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. തലയിരിച്ച് എഴുതിയാൽ മതി. -5/4. ഓക്കെ. ഓക്കെ. അപ്പോൾ കോസും കിട്ടി, സീക്കും കിട്ടി. നമുക്ക് ടാൻ കണ്ടുപിടിക്കാം. ടാൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ് അല്ലേ? സൈൻ എക്സ് എത്ര? 3/5 ഡിവൈഡഡ് ബൈ കോസ് എക്സ് എത്ര നമുക്ക് കിട്ടിയത്? -4/5 വിച്ച് ഈസ് ഈക്വൽ ടു 5ഉം 5ഉം ക്യാൻസൽ ചെയ്യാം. -3/4. ഓക്കെ. ടാൻ എന്താ? നെഗറ്റീവായി. ഓക്കെ. ഓക്കെ. ടാൻ കിട്ടിയാൽ കോട്ടും കണ്ടുപിടിക്കാം. കോട്ട് എത്ര? -4/3. സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഓക്കെ. ഓക്കെ. നോക്കിയാൽ നമുക്ക് അടുത്ത് നോക്കിയേ. കോട്ട് എക്സ് ഈസ് ഈക്വൽ ടു 3/4 തന്നിട്ടുണ്ട് അല്ലേ? കോട്ട് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം? ടാൻ എക്സ് എഴുതാൻ പറ്റും. ടാൻ എക്സ് ഈസ് ഈക്വൽ ടു എന്താ? 4/3 ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കാം. ട്രയാങ്കിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ടാൻ എക്സ് എത്ര? ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? 4/3. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് എഴുതാം. ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു √4² + 3² അത് 25 എന്ന് വരും. സോ 5 എന്ന് ആൻസർ കിട്ടും. ഓക്കെ. ഓക്കെ. സോ ഹൈപ്പോട്ടന്യൂസ് 5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടാൻ എക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് എഴുതാം. സൈൻ എക്സ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ദാറ്റ് ഈസ് 4/5. ഓക്കെ. അതിനി ഏത് ക്വാഡ്രന്റില്ല? തേർഡ് ക്വാഡ്രന്റിൽ. സോ തേർഡ് ക്വാഡ്രന്റിൽ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ നെഗറ്റീവ്. സൈൻ എക്സ് കിട്ടിയാൽ കൊസീക് എക്സ് എഴുതാം. കൊസീക് എക്സ് ഈസ് ഈക്വൽ ടു എത്ര? -5/4. അതേപോലെ കോസ് എക്സ് എഴുതാം. കോസ് എക്സ് ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? 3/5. അങ്ങനെയാണെങ്കിൽ സീക്ക് എക്സ് ഈസ് ഈക്വൽ ടു 5/3. പക്ഷെ നമുക്കറിയാം കോസും സീക്കും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ? തേർഡ് ക്വാഡ്രൻ്റ്. ആ തേർഡ് ക്വാഡ്രൻ്റിൽ ആര് മാത്രമേ ഉള്ളൂ പോസിറ്റീവ്? ടാനും കോട്ടും മാത്രമേ ഉള്ളൂ എന്തെന്ന് പോസിറ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ. ഓക്കെ. അങ്ങനെ ഇതാന്ന് നോക്കിയാൽ ഈ 4ാമത്തെ ക്വസ്റ്റിനും 5ാമത്തെ ക്വസ്റ്റിനും നിങ്ങൾ എന്ത് ചെയ്യുക? തനിയൊന്ന് ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ ചെയ്യാൻ അറിയാം. നമുക്കിത് എങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നതെന്നും ബാക്കി ക്വാഡ്രൻ്റ് അനുസരിച്ച് അതിൻ്റെ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം അറിയാം. ഓക്കെ. അങ്ങനെ 4ഉം 5ഉം തനിയൊന്ന് ചെയ്ത് നോക്ക്. തനി ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ ചോദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഇവിടെ എന്താ വെച്ചേക്കുന്നത്? സൈൻ 765 ഡിഗ്രിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് വെച്ചേക്കുന്നത്. ഓക്കെ, സൈൻ 765 ഡിഗ്രിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് വെച്ചേക്കുന്നത്. നമുക്ക് സൈൻ 30യുടെയും സൈൻ 45ൻ്റെയും സൈൻ 90യുടെയും ഒക്കെ വാല്യൂസ് നമുക്കറിയാം. പക്ഷേ സൈൻ 765ൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കുറച്ച് റിസൾട്ടുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നല്ലയോ? ഇതാണ്ടെന്ന് നോക്കിയേ, സൈൻ ഓഫ് ഈവൻ പൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈവൻ പൈ പ്ലസ് തീറ്റ. നമുക്കറിയാം സൈൻ തീറ്റ, സൈൻ ഈവൻ പൈ പ്ലസ് ഓർ മൈനസ് ഒക്കെ ആണെങ്കിൽ ഫംഗ്ഷൻ എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല, സൈൻ തീറ്റ ആയിട്ട് തന്നെ നിൽക്കും. ഇനി നമുക്കറിയാം ഈവൻ പൈ പ്ലസ് തീറ്റ എവിടെ വരും? ഈവൻ പൈ പ്ലസ് തീറ്റ അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈൻ എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ സൈൻ ഓഫ് ഈവൻ പൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? നമുക്ക് സൈൻ തീറ്റ എന്ന് എഴുതാം. ഇനി അതുപോലെ നമ്മൾ പഠിച്ചായിരുന്നു സൈൻ ഓഫ് ഓഡ് പൈ ബൈ 2 പ്ലസ് തീറ്റ. ഓഡ് പൈ ബൈ 2 പ്ലസ് തീറ്റ വരുവാണെങ്കിൽ എന്ത് ചെയ്യും? ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യും, അത് കോസ് തീറ്റ ആവും. ഇനി അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് എങ്ങനെ അറിയും? അത് ഓഡ് പൈ ബൈ 2 പ്ലസ് തീറ്റ എന്ന് പറയുന്ന സംഭവം ഏത് ക്വാഡ്രന്റിൽ വരുമെന്ന് നോക്കാം. നമുക്കറിയാം ഇവിടെ ഈവൻ പൈ പ്ലസ് തീറ്റ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വന്ന്, അതുപോലെ ഓഡ് പൈ ബൈ 2 പ്ലസ് തീറ്റ ഏത് ക്വാഡ്രന്റിൽ വരുമെന്ന് നോക്കണം. പക്ഷെ നമുക്കത് എപ്പോഴും പറയാൻ പറ്റത്തില്ല, കാരണം ഓഡ് പൈ ബൈ 2 എവിടെയൊക്കെ വരാം? എന്താണ്ട് പൈ ബൈ 2 ഇവിടുന്ന് പ്ലസ് തീറ്റ വരാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതും ഓഡ് പൈ ബൈ 2, അതാണ്ട് ഇവിടെ വരുന്ന ആംഗിളുകളും ഓഡ് പൈ ബൈ 2 കണ്ടോ? പൈ ബൈ 2, 2 പൈ ബൈ 2 അല്ലേ? പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. സോ പൈ ബൈ 2, 2 പൈ ബൈ 2, 3 പൈ ബൈ 2 കണ്ടോ? ഇതും ഒരു ഓഡ് പൈ ബൈ 2. അപ്പോൾ ഇവിടെയാണ് ഓഡ് പൈ ബൈ 2 പ്ലസ് തീറ്റ വരുന്നെങ്കിൽ ആ ക്വാഡ്രന്റ് എവിടെ പോകും? ഫോർത്ത് ക്വാഡ്രന്റിൽ പോകും. സോ അത് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. 1-2 ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്ത് കഴിയുമ്പം തറവാവും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ എങ്ങനെ യൂസ് ചെയ്യാം? എന്താ നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്നത് സൈൻ ഓഫ് 765 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യുക. 765 നമുക്ക് 360 കൂടുതൽ വലിയ വാല്യൂസാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ 765നെ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ 360 ചെയ്യും. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 360 ചെയ്യണം. 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 360 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 360 ഇൻറ്റു 2 720 കിട്ടും. 720. ഓക്കെ, 360 ഇൻറ്റു 2 എന്ന് പറയുന്നത് 720 കിട്ടും. ബാക്കി എന്ത് ചെയ്യും? റിമൈൻഡർ എന്ത് ചെയ്യും? 5, 4. ഓക്കെ, 45 റിമൈൻഡർ വരും. അതായത് 765ന് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഓഫ് 765ന് നമുക്ക് എങ്ങനെ എഴുതാം? 765 ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 360 ഇൻറ്റു 2 അല്ലയോ? 720 പ്ലസ് 45 എന്ന് എഴുതാം അല്ലേ? 720ൻ്റെ കൂടെ 45 കൂടെ കൂട്ടി അല്ലേ? 45 റിമൈൻഡർ വന്നത്. സോ 720ൻ്റെ കൂടെ 45 കൂടെ കൂട്ടി. അതായത് 360 ഇൻറ്റു 2 പ്ലസ് എന്ത് ചെയ്യാം? 45 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 360 ഇൻറ്റു 2 പ്ലസ് 45 എന്നാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ക്വാഡ്രന്റ് വരച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലയോ? 720 360 ഇൻറ്റു 2, അതായത് 360 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് റൊട്ടേഷൻ. ഒരു 720 എന്ന് പറയുമ്പോൾ അതായത് 360 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്ര? 360 എത്ര വട്ടം? 2 വട്ടം. ഓക്കെ, അപ്പോൾ 2 കംപ്ലീറ്റ് റൊട്ടേഷൻ ചെയ്തു. അപ്പോൾ ഇത് എവിടെ വന്ന് നിന്നു? ഇവിടെ വന്ന് നിന്നു. ഇനി എന്ത് ചെയ്തു? ഒരു 45 ഡിഗ്രിയും കൂടെ പോയി. ഓക്കെ, സോ അത് ഏത് ക്വാഡ്രന്റിലാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിൽക്കുക. അപ്പോൾ ആ കാര്യം നമുക്ക് എന്ത് ചെയ്ത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഏത് ക്വാഡ്രന്റിൽ വന്നതെന്ന് നമുക്ക് എന്ത് ചെയ്ത് മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. താണ്ടേ ഇത് ഒരു ഈവൻ പൈ പ്ലസ് തീറ്റ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അതായത് 360 ഇൻറ്റു 2 ഈവൻ പൈ അല്ലയോ? 2 പൈ അല്ലയോ? 360 എന്ന് പറഞ്ഞാൽ എത്ര? അതാ നോക്കിയേ, ഇതിനെ ഇങ്ങനെയും മനസ്സിലാക്കി വെച്ചേക്കുക. 360 ഇൻറ്റു 2 360 എന്ന് പറഞ്ഞാൽ എത്ര? 2 പൈ അല്ലയോ? 360 എന്ന് പറഞ്ഞാൽ എത്ര? 2 പൈ ഇൻറ്റു 2 അല്ലയോ? 2 പൈ ഇൻറ്റു 2 പ്ലസ് 45 എന്ന് പറഞ്ഞാൽ എത്ര? പൈ ബൈ 4. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 45, 90, 180 ഇങ്ങനത്തുള്ള വാല്യൂസ്, 270 എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കേണ്ട വാല്യൂസ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യണം? കൺവേർഷൻ ഒന്നും നടത്താതെ പെട്ടെന്ന് ഓർത്തിരിക്കുന്നു, പെട്ടെന്ന് പറയാൻ പറ്റേണ്ട വാല്യൂസ്, അതൊക്കെ പെട്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര? പൈ ബൈ 4. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ ശരിക്കും പറഞ്ഞാൽ 4 പൈ പ്ലസ് പൈ ബൈ 4 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഈ 360 ഇൻറ്റു 2 പ്ലസ് 45 എന്ന് പറഞ്ഞാൽ എന്താ? 4 പൈ പ്ലസ് പൈ ബൈ 4 റേഡിയൻ എഴുതുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ 360 ഇൻറ്റു 2 പ്ലസ് 45 വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ്, കണ്ടോ ഈവൻ പൈ പ്ലസ് തീറ്റ എന്ന് കിടക്കുമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സൈൻ 45 കണ്ടുപിടിച്ചാൽ മതി. അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. സോ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ വാല്യൂ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യവും വരത്തില്ല. സോ സൈൻ 45ൻ്റെ വാല്യൂ എത്ര? 1/√2. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? സൈൻ ഓഫ് നോക്കിയേ 360 ഇൻറ്റു 2 അല്ലേ? അതിന് നമ്മൾ എങ്ങനെ എഴുതി? 4 പൈ പ്ലസ് പൈ ബൈ 4 4 പൈ പ്ലസ് പൈ ബൈ 4 ഇങ്ങനെ എഴുതാം.
ഓക്കെ ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക, ചെയ്ത് നോക്കുക, തനിയെ സോൾവ് ചെയ്ത് നോക്കുക. ഒന്നുകൂടെ വീഡിയോ കണ്ടു നോക്കുക, മനസ്സിലായില്ലെങ്കിൽ തനിയെ സോൾവ് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കിയാൽ കൊസീക്ക് ഓഫ് -1410 ഡിഗ്രിയാണ് കാണാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്തായാലും -1410 എന്ന് പറയുന്നത് മൈനസിനെ ആലോചിക്കേണ്ട. ഓക്കെ, മൈനസിനെ ആലോചിക്കേണ്ട. 1410 എന്ന് പറയുന്നത് എന്തായിരിക്കും? അതൊരു 360-നെക്കാട്ടിയും വലിയൊരു ആംഗിളാണ്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 360 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ ആണേ. ഓക്കെ, ഇനി ഇതാ നോക്കിയാൽ കഴിഞ്ഞ ക്ലാസ് നമ്മളൊരു റിസൾട്ട് പഠിച്ചായിരുന്നു. സൈൻ ഓഫ് മൈനസ് തീറ്റ എന്താ? മൈനസ് സൈൻ തീറ്റ. സൈൻ ഓഫ് മൈനസ് തീറ്റ എന്താ? മൈനസ് സൈൻ തീറ്റ. അങ്ങനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താ? സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ആണെങ്കിൽ കൊസീക്ക് ഓഫ് മൈനസ് തീറ്റ എന്തായിരിക്കും? കൊസീക്ക് ഓഫ് മൈനസ് തീറ്റ. കൊസീക്ക് ഓഫ് മൈനസ് തീറ്റ നമുക്കറിയാം. കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 1/sin അല്ലയോ? അതായത് 1/sin ഓഫ് മൈനസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ദാണ്ട നോക്കിയേ, സൈൻ ഓഫ് മൈനസ് തീറ്റ എന്താ? മൈനസ് സൈൻ തീറ്റ. അതെന്ത് വരും? -1/sin തീറ്റ എന്ന് വരും അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് കൊസീക്ക് തീറ്റ എന്ന് തന്നെ വരും. സോ കൊസീക്ക് ഓഫ് മൈനസ് തീറ്റയും എന്ത് തന്നെയാണ്? മൈനസ് കൊസീക്ക് തീറ്റ തന്നെയാണ്. സോ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്താ? മൈനസ് സൈൻ തീറ്റ ആണെങ്കിൽ സൈൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സാധനവും എന്ത് തന്നെ കാണിക്കും? അതേ സ്വഭാവം തന്നെ കാണിക്കും. കൊസീക്ക് ഓഫ് മൈനസ് തീറ്റ എന്ത് തന്നെ ആയിരിക്കും? മൈനസ് കൊസീക്ക് തീറ്റ ആയിരിക്കും. ഓക്കെ ആണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ തന്നേക്കുന്ന ആളെ നാം നോക്കിയാൽ കൊസീക്ക് ഓഫ് മൈനസ് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് കൊസീക്ക് 1410 എന്ന് എഴുതാം. ഓക്കെ ആണേ. ഓക്കെ, ആ മൈനസിനെ എന്ത് ചെയ്യാം? പുറത്തെടുത്ത് എഴുതാം. ഇനി നമുക്കറിയാം 1410 എന്ന് പറയുന്നത് 360-ക്കാട്ടും വലിയൊരു ആംഗിളാണ്. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? 1410 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യേണ്ടി വരും? 360 ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 360 ഇൻറ്റു നമുക്ക് 4 ചെയ്ത് നോക്കാം. 4 360 36 ഇൻറ്റു 4 നമുക്ക് എന്ത് കിട്ടും? 24 2 12 14 1440 എന്ന് കിട്ടും അല്ലയോ? 360 ഇൻറ്റു 4 എന്ത് ചെയ്യും? 1440 എന്ന് കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ വന്നേക്കുന്നത് ഏതാ? 1410 വന്നിട്ടുള്ളൂ അല്ലയോ? 1400 എത്ര വന്നിട്ടുള്ളൂ? 10 വന്നിട്ടുള്ളൂ. സോ 1440 നിന്ന് ഒരു 30 കുറച്ചാൽ നമുക്ക് ആരെ കിട്ടും? 1410 കിട്ടത്തില്ലയോ? ഓക്കെ, 1440 നിന്ന് നമുക്ക് കിട്ടിയത് എത്ര? 360 × 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1440 എന്ന് കിട്ടും. സോ 1440 നിന്ന് എന്ത് ചെയ്താൽ മതി? ഒരു 30 കുറച്ചാൽ മതി. നമുക്ക് എന്ത് കിട്ടും? 1410 കിട്ടും അല്ലേ? അതായത് 1440 എന്ന് പറഞ്ഞാൽ എത്ര? 360 × 4. അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഒരു 30 കുറയ്ക്കുക. നമുക്ക് ആരെ കിട്ടും? 1410 കിട്ടും. സോ ഈ 1410-നെ മൈനസ് കൊസീക്ക് ഓഫ് 1410-നെ എനിക്ക് എങ്ങനെ എഴുതാം? 4 × 360 മൈനസ് 30 എന്ന് എഴുതാം. 4 × 360 മൈനസ് 30 എന്ന് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൈനസ് കൊസീക്ക് ഓഫ് നമുക്കറിയാം 4 × 360. ഇതിനെ എങ്ങനെ എഴുതാം? ഇങ്ങനെ ആലോചിച്ചേ, ഇതിനെ എങ്ങനെ എഴുതാം? 4 × 360, അതായത് 360 എന്ന് പറഞ്ഞാൽ എത്ര? പൈ അല്ലയോ? 2π അല്ലയോ? 4 × 2π. സോ അത് എത്ര വരും? 8π വരും അല്ലേ? 360 എന്ന് പറഞ്ഞാൽ എത്ര? 2π. സോ 2π × 4 എന്ന് കിടക്കുന്നത് എത്ര വരും? 8π വരും. 8π മൈനസ് 30 എന്ന് പറഞ്ഞാൽ എത്ര? π/6. π/6 ആണ് എന്തോ വരുന്നത്? 30 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് ഓഫ് നമുക്കറിയാം ഈവൻ പൈ മൈനസ് തീറ്റ എന്നാണ് വന്നിരിക്കുന്നത്. ഈവൻ പൈ മൈനസ് തീറ്റ. ഈവൻ പൈ എവിടെ വരും? ദാണ്ട് ഇവിടെ വരും. ഈവൻ പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ അത് എവിടെ വരും? ദാണ്ടെ 4th ക്വാഡ്രൻറ്റിൽ വരും. 4th ക്വാഡ്രൻറ്റിൽ സൈൻ എന്താ? നെഗറ്റീവാണ്. സോ അതെന്ത് വരും? സൈൻ നെഗറ്റീവ് ആണെങ്കിൽ കൊസീക്കും എന്താവും? നെഗറ്റീവ് ആവും. സോ മൈനസ് കൊസീക്ക് π/6 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. അതെന്താവും? കൊസീക്ക് π/6 എന്ന് വരും. എന്ത് വരും? കൊസീക്ക് π/6 എന്ന് വരും. കൊസീക്ക് π/6ൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാമോ? അറിയത്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിലും സൈൻ π/6ൻ്റെ വാല്യൂ അറിയാമല്ലോ. അപ്പോൾ സൈൻ π/6ൻ്റെ എന്തെടുത്താൽ മതി? റെസിപ്രോക്കൽ എടുത്താൽ മതി. സൈൻ π/6 എത്ര? സൈൻ π/6 എന്ന് പറയുമ്പം 1/2. സോ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് എഴുതുക എന്താ? 2. അപ്പോൾ കൊസീക്ക് π/6 എത്ര ആൻസർ കിട്ടുന്നത്? 2 എന്ന് ആൻസർ കിട്ടും. സോ കൊസീക്ക് ഓഫ് -1410 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, ഒന്നുകൂടെ നോക്കുക. മൈനസ് കൊസീക്ക് ഓഫ് 1410 ഡിഗ്രി. കൊസീക്ക് ഓഫ് മൈനസ് തീറ്റ എങ്ങനെ എഴുതാം? നമുക്കറിയാം സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ കൊസീക്ക് ഓഫ് മൈനസ് തീറ്റ എന്ന് എഴുതാം, മൈനസ് കൊസീക്ക് തീറ്റ എന്ന് എഴുതാം. സോ മൈനസ് ഇങ്ങനെ പുറത്തെടുത്ത് ഞാൻ കൊസീക്ക് ഓഫ് 1410 കണ്ടുപിടിക്കുക. അപ്പോൾ 1410 കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എത്ര? 360 × 4 - 30 എന്ന് എഴുതാൻ പറ്റില്ലേ? 1440 നിന്നും 30 കുറച്ചതായിട്ട് എഴുതാൻ പറ്റും. സോ 4 × 360. 4 × 360 ചെയ്തപ്പോഴാണ് നമുക്ക് 1440 കിട്ടിയത്. സോ 4 × 360 - 30 എന്ന് എഴുതാൻ പറ്റും. അതായത് ഈവൻ പൈ മൈനസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും.
സോ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇനി എനിക്കറിയാം കൊസീക്ക് ഓഫ് ഈവൻ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഈവൻ പൈ മൈനസ് തീറ്റ അല്ലെങ്കിൽ ഈവൻ പൈ പ്ലസ് തീറ്റ വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല, അത് അതുപോലെ തന്നെ നിൽക്കും. ഫംഗ്ഷൻ കൊസീക്ക് പൈ ബൈ 6 ഫംഗ്ഷൻ അതുപോലെ നിന്നു. ഇനി എന്ത് വേണം, എന്താലോചിക്കണം, ഇത് ഏത് ക്വാഡ്രന്റിലാണ് വരുന്നതെന്ന് ആലോചിക്കണം, അല്ലയോ? 8 പൈ മൈനസ് പൈ ബൈ 6 എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിലാണ് വരുന്നതെന്ന് അറിയണം. ആ ക്വാഡ്രന്റ് ഏതാണെന്ന് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായതാ ഫോർത്ത് ക്വാഡ്രന്റ്. സോ ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, കൊസീക്ക് എന്തായിരിക്കും, നെഗറ്റീവാണ്. കാരണം ഫോർത്ത് ക്വാഡ്രന്റിൽ ആര് മാത്രമേ ഉള്ളൂ പോസിറ്റീവ്? കോസും 1/cos ആയിട്ടുള്ള സീക്കും മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, ബാക്കി എല്ലാവരും നെഗറ്റീവാണ്. സോ അതിൻ്റെ ഒരു നെഗറ്റീവും കൂടെ വരും. ഇനി ആ മൈനസും കൂടെ എന്താവും, പ്ലസ് ആവും. സോ കൊസീക്ക് പൈ ബൈ 6 കിട്ടും. സൈൻ പൈ ബൈ 6 1/2 അങ്ങനെയാണെങ്കിൽ കൊസീക്ക് പൈ ബൈ 6 എത്ര, അതിൻ്റെ നേർ റെസിപ്രോക്കൽ എടുത്താൽ മതി 2. ഓക്കെ ആണേ? ഓക്കെ. സോ ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അങ്ങനെ ഏതാണെന്ന് നോക്കിയാൽ tan 19 പൈ ബൈ 3. നമ്മൾ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള tan 19 പൈ ബൈ 3 നമുക്ക് ചെയ്യണം. അങ്ങനെ ഏതാണെന്ന് നോക്കിയാൽ 19 പൈ ബൈ 3 എനിക്ക് എങ്ങനെ എഴുതാം? 19 പൈ ബൈ 3 എങ്ങനെ എഴുതാം? എനിക്കറിയാം 18 പൈ ബൈ 3യുടെ കൂടെ ഒരു പൈ ബൈ 3 കൂടെ എന്ത് ചെയ്താൽ മതി, കൂടിയാൽ മതി അല്ലേ? കാരണം ഞാൻ എന്തിനാ ഈ 18 പൈ ബൈ 3 എന്ന് എഴുതുന്നത്? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാ, എന്താ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ 20 പൈ ബൈ 3 മൈനസ് പൈ ബൈ 3 എന്ന് എഴുതാം അല്ലേ? 20 പൈ ബൈ 3ൽ നിന്ന് ഒരു പൈ ബൈ 3 കുറഞ്ഞാലും എനിക്ക് ആരെ കിട്ടും? 19 പൈ ബൈ 3 കിട്ടും. പക്ഷെ അങ്ങനെ എഴുതത്തില്ല, കാരണം 3യും 20യും കൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ 18 പൈ ബൈ 3 എന്ന് എഴുതിയാലോ, എനിക്ക് 3യെ 18നെയും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ 3യെ 18നെയും കൂടെ ക്യാൻസൽ ചെയ്യാം. എത്ര കിട്ടും? 6. സോ 18 പൈ ബൈ 3 പ്ലസ് പൈ ബൈ 3 എന്ന് എഴുതാം. അതായത് 6 പൈ പ്ലസ് പൈ ബൈ 3, 6 പൈ പ്ലസ് പൈ ബൈ 3 ഇങ്ങനെ എഴുതി കൂടെ എഴുതാൻ പറ്റും. അങ്ങനെ ഏതാന്ന് നോക്കിയാൽ tan 19 പൈ ബൈ 3 എനിക്ക് എങ്ങനെ എഴുതാം? tan ഓഫ് 6 പൈ പ്ലസ് പൈ ബൈ 3. അതായത് ഈവൻ പൈ പ്ലസ് പൈ ബൈ 3 എന്നാണ് നിൽക്കുന്നത് അല്ലയോ? ഈവൻ പൈ ഇവിടെ വരും, പ്ലസ് പൈ ബൈ 3 ഫസ്റ്റ് ക്വാഡ്രന്റ് വരും. ഓക്കെ. ഈവൻ പൈ പ്ലസ് പൈ ബൈ 3. സോ ഫംഗ്ഷൻ എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. കാരണം പൈ പ്ലസ് പൈ മൈനസ് എന്നൊക്കെയാണ് ഈ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യത്തില്ല, നമുക്കറിയാം. സോ ടാൻ എന്ത് തന്നെയാണ്, പൈ ബൈ 3 തന്നെയാണ്. ഓക്കെ. അവിടെ പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രന്റ് എല്ലാവരും പോസിറ്റീവ്. സോ ആ വാല്യൂ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. സോ ടാൻ പൈ ബൈ 3 എത്ര? √3. സിമ്പിൾ. നോക്കിയാൽ അങ്ങനെ അടുത്തത് നോക്കിയാൽ സൈൻ ഓഫ് മൈനസ് 11 പൈ ബൈ 3 ചെയ്യാം നമുക്ക്. സൈൻ ഓഫ് മൈനസ് തീറ്റ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് സൈൻ തീറ്റ എന്ന് എഴുതാം. സോ മൈനസ് ഓഫ് സൈൻ 11 പൈ ബൈ 3 ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് സൈൻ 11 പൈ ബൈ 3 എനിക്ക് എങ്ങനെ എഴുതാം? 11 പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ 12 പൈ ബൈ 3യിൽ നിന്നും ഒരു പൈ ബൈ 3 എന്ത് ചെയ്താൽ മതി, കുറഞ്ഞാൽ മതി. 11 പൈ ബൈ 3 കിട്ടും. സോ 12 പൈ ബൈ 3 എനിക്ക് ക്യാൻസൽ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് 3യും 12ഉം കൂടെ ക്യാൻസൽ ചെയ്യാൻ എത്ര കിട്ടും? 4 കിട്ടും ഇല്ലയോ? സോ 4 പൈ മൈനസ് പൈ ബൈ 3. ഇനി ഒരു കാര്യം നോക്കിയേ, മൈനസ് സൈൻ ഓഫ് 4 പൈ മൈനസ് അതിൽ 4 പൈ എന്ന് പറയുമ്പോൾ അതാണ്ട് ഇവിടെ വരും ഈവൻ പൈയിൽ നിന്ന് ഒരു പൈ ബൈ 3 എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പോൾ ഇത് ഏത് ക്വാഡ്രന്റ്? ഫോർത്ത് ക്വാഡ്രന്റ്. സോ ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുമോ? ഇല്ല, ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യത്തില്ല, സൈൻ പൈ ബൈ 3 തന്നെ. ഇനി അത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ ഫോർത്ത് ക്വാഡ്രന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. സോ ആ നെഗറ്റീവും കൂടെ അങ്ങ് പോസിറ്റീവ് ആവും. സൈൻ പൈ ബൈ 3യുടെ വാല്യൂ എന്ത് കിട്ടും? സൈൻ പൈ ബൈ 3യുടെ വാല്യൂ √3/2 എന്ന് കിട്ടും അല്ലയോ? സൈൻ പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ ആരാ? സൈൻ 60. ഓക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ 60, പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 45, പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ 30, പൈ ബൈ 2 90, പൈ എന്ന് പറഞ്ഞാൽ 180, 2 പൈ എന്ന് പറഞ്ഞാൽ 360. സോ ഈ വാല്യൂസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ മനപ്പാടമാക്കി പഠിച്ചു വെച്ചേക്കണം. എപ്പോൾ ചോദിച്ചാലും പറയാൻ പറ്റണം. ഈസി ആയിട്ട് നമുക്ക് കൺവേർഷൻ ഒന്നും ഇല്ലാതെ മൈൻഡിൽ എന്ത് ചെയ്യണം, ആ വാല്യൂസ് വരണം. ഓക്കെ ആന്നേ? ഓക്കെ. സോ സൈൻ 60 √3/2. ഓക്കെ. അടുത്തത് നോക്കാം. കോട്ട് ഓഫ് മൈനസ് 15 പൈ ബൈ 4. ഓക്കെ. കോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ടാന, 1/tan. ഓക്കെ. അപ്പോൾ ടാൻ ഓഫ് മൈനസ് തീറ്റ എന്താ? ടാൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റ. നമുക്കറിയാം അതല്ലാതെ നിൽക്കുന്ന ആര് മാത്രമേ ഉള്ളൂ, കോസ് മാത്രമേ ഉള്ളൂ. കോസ് ഓഫ് മൈനസ് തീറ്റ എന്ത് തന്നെ വരും? കോസ് തീറ്റ തന്നെ വരും. അതേപോലെ കോസ് അങ്ങനെ പെരുമാറുന്നെങ്കിൽ സീക്കും എങ്ങനെ തന്നെയായിരിക്കും, അങ്ങനെ തന്നെയായിരിക്കും പെരുമാറുന്നത്. സീക്ക് ഓഫ് മൈനസ് തീറ്റ എടുത്താൽ എന്ത് കിട്ടും? സീക്ക് തീറ്റ തന്നെ കിട്ടും. ഓക്കെ. പക്ഷേ ടാൻ ഓഫ് മൈനസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ടാൻ തീറ്റ കിട്ടും. അങ്ങനെ നമുക്കറിയാം കോട്ട് ഓഫ് മൈനസ് തീറ്റ അതേ സ്വഭാവം കാണിക്കും, കാരണം 1/tan ആണ് കോട്ട് ഇല്ലേ? സോ മൈനസ് കോട്ട് തീറ്റ. അങ്ങനെ ഇത് ആദ്യമേ മാറ്റി എഴുതാം. മൈനസ് കോട്ട് ഓഫ് 15 പൈ ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കോട്ട് ഓഫ് 15 പൈ ബൈ 4നെ എനിക്ക് എങ്ങനെ എഴുതാം?
16π/4 നിന്നും ഒരു π/4 കുറഞ്ഞെന്ന് എഴുതാം അല്ലയോ. 16π/4 നിന്നും ഒരു π/4 കുറഞ്ഞു, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കോട്ട് ഓഫ് 4 ഇതും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 4π മൈനസ് π/4. നമുക്കറിയാം ഇത് ഫോർത്ത് ക്വാഡ്രൻ്റാണ്. 4π ഈവൻ പൈ മൈനസ് തീറ്റ അല്ലേ. ഈവൻ പൈയിൽ നിന്ന് ഒരു തീറ്റ കുറഞ്ഞു ഫോർത്ത് ക്വാഡ്രൻ്റിലാണ് കിടക്കുന്നത്. ഫോർത്ത് ക്വാഡ്രൻ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതെന്താവും, കോട്ട് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, അത് അതുപോലെ തന്നെ നിൽക്കുന്നു. ഫോർത്ത് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് എന്ത് വരും, കോട്ട് ഓഫ് 4π മൈനസ് π/4 ഫോർത്ത് ക്വാഡ്രൻ്റാണ്. ഫോർത്ത് ക്വാഡ്രൻ്റാണെങ്കിൽ കോട്ട് എന്താ, നെഗറ്റീവാണ്. കാരണം അവിടെ ആര് മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, കോസിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള സീക്കും മാത്രമേ ഉള്ളൂ എന്തോന്ന് പോസിറ്റീവ്. സോ ഇത് നെഗറ്റീവ് ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ആ നെഗറ്റീവും പോകും. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, കോട്ട് π/4 കണ്ടുപിടിക്കണം. കോട്ട് π/4 കണ്ടുപിടിക്കാൻ കോട്ടിൻ്റെ വാല്യൂസ് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ടാൻ π/4 അറിയാമല്ലോ. ടാൻ 45 എന്ന് പറഞ്ഞാൽ എത്ര, 1. സോ കോട്ട് π/4 എന്തായിരിക്കും, 1ൻ്റെ റെസിപ്രോക്കൽ എന്താ, 1 തന്നെ. സിമ്പിൾ. ഓക്കെ. സോ ഇത്രയും ക്വസ്റ്റ്യൻസോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ NCERT എക്സസൈസിൽ 3.2 ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു സെക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് ഇക്വേഷൻസും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഈസിയാണ്, സിമ്പിൾ ഇക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ ഓർത്തിരിക്കാനുള്ള വഴിയൊക്കെ നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആ ഇക്വേഷൻസും അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കൂടെ നമുക്ക് ബാക്കിയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്രാഫും ആ ഡൊമൈൻ റേഞ്ചും ഒക്കെ പറയുന്നത് ഞാൻ ലാസ്റ്റ് സെക്ഷനിലോട്ട് മാറ്റി വയ്ക്കുക. നമുക്ക് ഗ്രാഫും ഡൊമൈൻ റേഞ്ചും എല്ലാം ഒരുമിച്ച് അങ്ങ് പഠിക്കാം. ഓക്കെ. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതുമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം പെട്ടെന്ന് കവർ ചെയ്യാം. ഗ്രാഫും ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല, ഗ്രാഫും ഡൊമൈൻ റേഞ്ചും ഒക്കെ നമ്മൾ നല്ല വൃത്തിക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്, പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അത് നമ്മുടെ പ്രോബ്ലം സെക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഗ്രാഫും ബാക്കി ഡൊമൈൻ റേഞ്ച് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു സെക്ഷനായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ. അപ്പോൾ അതൊരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് തന്നെ നമുക്ക് പഠിക്കാം, അതൊരു വീഡിയോ ആയിട്ട് പഠിക്കാം. ഓക്കെ. സോ അങ്ങനെ അടുത്ത ക്ലാസ്സിൽ കാണാം. ഹാപ്പി ലേണിംഗ്. ബൈ.